ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിജ്ഞാനം എന്നുള്ള വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, പക്വതയും പരിജ്ഞാനം എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല കാര്യങ്ങളെക്കുറിച്ചും പരിജ്ഞാനമില്ലെങ്കിൽ മനുഷ്യന് ഭയവും ഭീതിയുമാണ് തോന്നുന്നത്. അപ്പോൾ പരിജ്ഞാനമുണ്ടെങ്കിൽ അതിനെ ഭയപ്പെടേണ്ട ആവശ്യവുമില്ല. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അറിയാത്തതിനെക്കുറിച്ച് നമുക്ക് ഒരു വളരെയധികം അതിനെക്കുറിച്ചുള്ളതായ ഒരു അങ്കലാപ്പ് നമുക്ക് ഉണ്ടാകും, ഒരു ഭയമുണ്ടാകും, ഭീതിയുണ്ടാകും. പക്വതയും പരിജ്ഞാനവും നമുക്ക് ഉണ്ടെങ്കിൽ അത് വളരെയധികം നന്നായിരിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ ഞാൻ 2010 നമ്മൾ നോക്കുമ്പോൾ ചർമ്മരോഗം 2010 അതിൻ്റെ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 2,28,474 പേർക്ക് ചർമ്മരോഗം പിടിപെട്ടു എന്ന് പത്രക്കുറിപ്പുകൾ, വാർത്തകൾ ഇവിടെ സൂചിപ്പിക്കുന്നു. ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 55.5% രോഗികളായി കാണപ്പെട്ടവർ ഇന്ത്യയിലുള്ളവരാണ്. ഈ ചർമ്മരോഗം നിർമ്മാർജ്ജനം ചെയ്യുവാനായിട്ട് ഇന്ത്യ ഏതാണ്ട് 45 കോടി രൂപയാണ് ഇതിനു വേണ്ടി ചിലവാക്കി വരുന്നതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഏകദേശം 1,26,800 പേർക്കാണ് ഈ ചർമ്മരോഗം പിടിപെട്ടത് എന്ന് കണക്കുകൾ അവിടെ കാണിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചർമ്മരോഗം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടതായ ഏറെയൊന്നുമല്ല കുഷ്ഠരോഗം തന്നെയാണ്. പല വിധമായ കുഷ്ഠങ്ങൾ ഉണ്ട്. ഇന്ന് പലർക്കും പല വ്യക്തികളിലും കാണപ്പെടുന്നതായ ഒരു കുഷ്ഠരോഗമാണ് സോറിയാസിസ് എന്നുള്ള രോഗം. അത് മരുന്നുകൾ കഴിക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ അതിന് ചികിത്സ നൽകിയാൽ അത് ഗുണപ്പെടുത്തിയെടുക്കാവുന്നതായ ഒരു രോഗം തന്നെയാണ്. അപ്പോൾ ഈ രോഗം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാകുകയും ഈ രോഗികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് നിരവധി വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഒരു ടീച്ചറായിട്ട്, അധ്യാപികയായിട്ട് സേവനം ചെയ്ത ഒരു മകൾ വ്യക്തി, അതായത് 1929 മുതൽ 48 വരെ ടീച്ചർ അല്ലെങ്കിൽ അധ്യാപികയായിട്ട് സേവനം ചെയ്ത ഒരു മകൾ വ്യക്തി ഇന്ത്യയിലേക്ക് കടന്നു വരികയും 1950കളിൽ ഈ കുഷ്ഠരോഗികൾക്ക് വേണ്ടി വലിയൊരു സേവനം ചെയ്തതായ മകൾ വ്യക്തിയാണ് മദർ തെരേസ. അന്ന് 1960കളിൽ ഒരു ശാന്തിനഗർ കോളനി എന്ന അവരൊരു കോളനി തന്നെ ഈ സ്കിൻ ഡിസീസ് ഉള്ളതായ ഈ ചർമ്മരോഗങ്ങൾ ബാധിച്ച വ്യക്തികൾക്ക് അവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു കോളനി തന്നെ അവർ ആരംഭിക്കുകയുണ്ടായി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ 1950കളിൽ അല്ലെങ്കിൽ 54 നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഡോക്ടർ ബോധവേദം എന്ന് പറഞ്ഞ വ്യക്തി തമിഴ്നാട്ടിൽ തൂത്തുക്കുടി എന്നുള്ള ജില്ലയിൽ പേയ്ക്കുളം എന്നുള്ളതായ സ്ഥലത്ത് ഈ ചർമ്മരോഗത്തിന് വേണ്ടിയുള്ളതായ അവിടെ ഒരു സ്ഥാപനം തന്നെ അവിടെ ആരംഭിക്കുകയും അവിടെ ഏതാണ്ട് 90 രോഗികൾക്ക് ചികിത്സ ചെയ്യാവുന്നതായ സൗകര്യങ്ങൾ ഒരുക്കി ഇപ്പോഴും ആ സ്ഥാപനം നടന്നു വരുന്നു എന്ന് കേൾക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, ഈ ചർമ്മരോഗം അല്ലെങ്കിൽ കുഷ്ഠരോഗം എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ആ ഭാഗം അവർക്ക് അതിൻ്റെയായ ആ സെൻസ്, അത് യാതൊന്നും ഒരു മരവിച്ചതായ ഒരു അവസ്ഥയിൽ അതിൻ്റെയായ സെൻസ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായി കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഈ ചർമ്മരോഗത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാദർ ഡാമിൻ ഒരു വളരെയധികം സേവനം ചെയ്തതായ ഒരു വ്യക്തിയാണ്. ഈ കുഷ്ഠരോഗികൾക്ക് തൻ്റെ ജീവിതം തന്നെ ആ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു വ്യക്തിയാണ്. കുഷ്ഠരോഗികളുടെയായ ശരീരത്ത് വ്രണങ്ങൾ ഉണ്ടാകുകയോ അവരുടെ ശരീരഭാഗങ്ങൾ മുറിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവരൊന്നും അത് അറിയുന്നേയില്ല. എന്ന് പറഞ്ഞാൽ വേദന എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമല്ല. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥയാണ് ക്രിസ്തീയ സമൂഹങ്ങളിലും ഇന്നുള്ളതായ ജനങ്ങളിലും നാം കാണപ്പെടുന്നത്.
അതായത് അറിവും വിവേകവും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇന്ന് ജീവിക്കുന്നത്. അറിവ് എന്നുള്ളത് അല്ലെങ്കിൽ പരിജ്ഞാനം എന്നുള്ളത് ഇന്ന് വാനോളം അല്ലെങ്കിൽ വളരെ സാങ്കേതികമായ രീതിയിൽ നോളജ് ഇൻക്രീസ്ഡ് അല്ലെങ്കിൽ പരിജ്ഞാനം വളരെയധികം വളർന്നിട്ടുണ്ടെങ്കിലും എന്നാലും പലരും പക്വതയും പരിജ്ഞാനമില്ലാത്ത രീതിയിലാണ് ഇന്ന് സംസാരിക്കുകയും ഇടപെടുകയും പെരുമാറുകയും ചെയ്യുന്നത്. ചെറിയ കാര്യങ്ങൾക്ക് പോലും എന്താണ് വളരെയധികം കലഹിക്കുന്നതായ സ്വഭാവമാണ് പലർക്കും ഉള്ളതെന്ന് നാം കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ആ ഒരു ഉണർവ് നശിച്ച രീതിയിലല്ല ഈ ലോകത്തിൽ നാം ജീവിക്കേണ്ടത്. നാം എപ്രകാരമാണ് ജീവിക്കേണ്ടതെന്ന് തിരുവെഴുത്തുകൾ എന്താണ് പറയുന്നത് എന്ന് നാം മനസ്സിലാക്കുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. നമ്മൾ പക്വതയും പരിജ്ഞാനമില്ലാത്തവരായി ഈ അന്ത്യകാലഘട്ടങ്ങളിൽ നാം ജീവിച്ചുകൂടാ. നമ്മൾ വളരെയധികം തിരിച്ചറിവുള്ളവരായി, വിവേകമുള്ളവരായി, വിവേചനമുള്ളവരായി നാം ജീവിക്കുകയാണെങ്കിൽ അത് എപ്പോഴും നന്നായിരിക്കും. പ്രിയമുള്ളവരെ, ഒരു ഉണർവുമില്ലാതെ ഒരു സെൻസുമില്ലാത്ത രീതിയിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. ചിലപ്പോൾ ചില കുഞ്ഞുങ്ങളെ നോക്കി അധ്യാപകർ പറയും സെൻസ്ലെസ് സ്റ്റുഡൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ യാതൊരു വിവരവുമില്ലാത്ത രീതിയിലാണ് അവർ പെരുമാറുന്നത്. എത്ര വട്ടം പറഞ്ഞാലും അവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ, എത്ര വട്ടം പറഞ്ഞാലും അവരെ പഠിപ്പിക്കാനായിട്ട് സാധ്യമല്ലല്ലോ എന്ന് ബൈബിളിൽ തന്നെ വാക്യമുണ്ടല്ലോ, എവർ ലേണിംഗ് ബട്ട് നെവർ കമ്മിങ് ടു ദ നോളജ് ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. എപ്പോഴും അവർ പഠിച്ചുകൊണ്ടിരിക്കും, എന്നാൽ ദൈവിക പരിജ്ഞാനത്തിൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല, എത്തുന്നേയില്ല. ആ തിരിച്ചറിവിൽ ഒരിക്കലും എത്താത്ത ഒരവസ്ഥയാണ് ഇന്ന് നാം യൗവനക്കാരുടെ മധ്യയിലും അതുപോലെ തന്നെ മറ്റ് ചെറുപ്പക്കാരുടെ മധ്യയിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, ആയതിനാൽ പക്വതയും പരിജ്ഞാനവും നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അത് പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെച്ചു പുലർത്തേണ്ട ഒരു കാര്യമാണ്. ഒരു തിരിച്ചറിവുള്ള ഒരു സമൂഹമായി നാം ജീവിക്കേണ്ടത് അത് ദൈവഹിതം തന്നെയാണ്. നമുക്ക് തിരുവെഴുത്തുകളിൽ നിന്ന് നമുക്ക് പരിശോധിക്കാം. സങ്കീർത്തനങ്ങൾ 119:34 ഇവിടെ എന്താണ് പറയുന്നത് നമുക്ക് പരിശോധിക്കാം. ഞാൻ നിൻ്റെ ന്യായപ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ന്യായപ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനോ എന്താണ്? ദൈവമേ, എനിക്ക് പരിജ്ഞാനം, ആ ബൗദ്ധികമായ അറിവ് എനിക്ക് നൽകണമേ എന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് ഇവിടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ്. നിൻ്റെ വഴികളിൽ കർത്താവേ, നിൻ്റെതായ കൽപ്പനകളിൽ അത് പ്രമാണിച്ച് നിൻ്റെ വഴികളിൽ നടക്കുവാനായിട്ട്, ആ സന്മാർഗീയ പാതയിൽ ദൈവമേ കർത്താവെ നടക്കുവാനായിട്ട്, നിൻ്റെ കൽപ്പനകളെയും ചട്ടങ്ങളെയും പ്രമാണങ്ങളെയും കർത്താവെ കാത്തു പരിപാലിക്കുവാൻ വേണ്ടി, അതിനനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി കർത്താവെ എനിക്ക് ബുദ്ധി നൽകണമേ എന്ന് ആണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ, പഠിക്കുന്നവർ, ദൈവമേ എനിക്ക് നല്ല ബുദ്ധിശക്തി എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവമേ എനിക്ക് ബുദ്ധി നൽകണമേ എന്ന് പലരും പ്രാർത്ഥിക്കുന്നത് വിരളമായിട്ട് മാത്രമാണ്. എന്നാൽ എന്താണ്? ദൈവത്തിൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കുവാനായിട്ട് എനിക്ക് ബുദ്ധി നൽകണമേ എന്ന് ആ വലിയ രാജാവായിരുന്ന, ആ വലിയ മഹാനായിരുന്ന, ദൈവത്തിൻ്റെ സ്വന്തം ഹൃദയമെന്ന് അറിയപ്പെടുന്നതായ ആ ദാവീദ് തൻ്റെ ജീവിത അനുഭവത്തിലൂടെ അവിടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ആ വലിയ മഹൽ വ്യക്തി, ആ രാജാവ് പോലും ദൈവമേ നിൻ്റെ ചട്ടങ്ങളെയും പ്രമാണങ്ങളെയും പാലിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ ദൈവത്തോട് യാചിച്ചാൽ, നമ്മൾ പുഴുക്കളായിരിക്കുന്ന ആ രാജാവിൻ്റെ മുന്നിൽ നമ്മൾ ഒന്നും തന്നെ അല്ലാത്ത വ്യക്തികളായി ജീവിക്കുന്ന സാധാരണക്കാരായി നമ്മൾ ഇത്രത്തോളം നാം ദൈവത്തോട് യാചിക്കണം. ദൈവമേ എനിക്ക് ജ്ഞാനം തരണമേ, എനിക്ക് ബുദ്ധി തരണമേ കർത്താവേ എന്ന് നമ്മളെപ്പോഴും നമ്മൾ ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കേണ്ടത് അത് അത്യാവശ്യമാണ്. അപ്പോൾ ചട്ടങ്ങളെയും പ്രമാണങ്ങളെയും പാലിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി നൽകണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമ്മളും പക്വതയ്ക്കും പരിജ്ഞാനത്തിനും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് അത് നല്ലൊരു കാര്യം തന്നെയാണ്. നാം തുടർന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ വചനം എന്താണ് പറയുന്നത്? യെഹെസ്കേൽ പ്രവചനം 44-ാം അധ്യായം 23-ാമത്തെ വാക്യം ഇവിടെ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. യെഹെസ്കേൽ പ്രവചനം 44-ന്റെ 23-ാമത്തെ വാക്യം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. വചനം എന്താണ് പറയുന്നത്? അവർ വിശുദ്ധമായതിനും
സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ ജനത്തിന് ഉപദേശിച്ച് മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് വിശുദ്ധമായതും സാമാന്യമായതും അതിനെ തിരിച്ചറിയാനുള്ള ഒരു വിവേചനം, ഒരു ബുദ്ധി ദൈവമേ മാറാകണമേ എന്ന് അവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട്, ദൈവത്തോട് യാചിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ മലിനമായതും നിർമ്മലമായതും എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ. നമ്മൾ പലപ്പോഴും ഒരു വിവേചന ബുദ്ധി ഇല്ലാത്ത ജനങ്ങളായി ജീവിക്കുന്നത് കൊണ്ട് പല കുഴപ്പങ്ങളിൽ നാം ചെന്ന് ചാടുന്നതായും കാണുവാനായിട്ട് കഴിയും. ചിലർ സംസാരിക്കുന്ന, എന്നാൽ അവിടെ എന്താണ് നമ്മൾക്ക് നൽകുന്ന ഔഷധങ്ങളിലെല്ലാം മദ്യം ചേർന്നിട്ടുണ്ട്, അല്പമായി ചേർന്നിട്ടുണ്ട്. അപ്പോൾ മദ്യത്തിൽ ഔഷധങ്ങളിൽ ചേർന്നിരിക്കുന്നത് കാരണം മദ്യം നല്ലതാണ്, ശരീരത്തിന് കുടിക്കുന്നത് നല്ലതാണ് എന്ന് പലരും അതിനെക്കുറിച്ച് വളരെയധികം ശക്തമായിട്ട് വാദിക്കുകയും അവരുടെയായ സുഖലോലുപങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെയായ മനസ്സിന് സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടി മദ്യം വാങ്ങിച്ച് അവർ വീടുകളിൽ വെച്ച് കഴിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ അവർ ആ ലഹരിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. അപ്പോൾ വിശുദ്ധമായതും അശുദ്ധമായതും എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ജ്ഞാനം അവർക്കില്ലാതായി പോകുന്നത് കൊണ്ടാണ്. അശുദ്ധമായതും വിശുദ്ധമായതും നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കണമെന്നുള്ളത് ആ ദൈവഹിതമാണ്. അപ്പോൾ വചനം വീണ്ടും പറയുന്നത് എന്തെന്നാൽ മലിനമായതും നിർമ്മലമായതും അത് തിരിച്ചറിയാനായിട്ട് എന്നെ സഹായിക്കണമേ കർത്താവേ എന്ന് ഇവിടെ യെഹെസ്കേൽ പ്രവചനത്തിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നല്ലതെന്താണ്, ചീത്ത എന്താണ്, നന്മ എന്താണ്, തിന്മ എന്താണെന്ന് നാം തിരിച്ചറിയുവാനുള്ള ആ വിവേചന ബുദ്ധി നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് നല്ലതാണ്. കുഞ്ഞുങ്ങളോട് ചില കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ ഇന്ന കാര്യം നീ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവൻ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് ചെയ്യുന്നതും അവസാനം അതിൻ്റെ ആ ഫലം എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇനി ഒരിക്കലും അത് അവന് ഇഷ്ടമില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല എന്ന് അതിൽ നിന്ന് പിന്തിരിയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൂച്ച വന്ന് അറിയാതെ നമ്മൾ വെച്ചിരിക്കുന്ന പാൽ വന്ന് കുടിക്കും. അപ്പോൾ അത് വളരെയധികം ഇഷ്ടമാണ് പൂച്ചയ്ക്ക് പാൽ കുടിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മൾ തിളച്ച പാല്, ചൂടാക്കിയ പാല് വെച്ചിരിക്കുകയാണെങ്കിൽ പൂച്ച അത് വന്ന് കുടിക്കാൻ നോക്കുമ്പോൾ അതിന് പൊള്ളലേറ്റ് കഴിഞ്ഞാൽ പിന്നെ വെള്ളയായി കാണുന്ന ഏത് സാധനവും അതിന് ഭയങ്കര പേടിയായിരിക്കും. ഇതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ അടുത്ത് ആ തീയിൽ അല്ലെങ്കിൽ വിളക്കിൽ ആ പ്രകാശത്തിൽ നീ തൊട്ട് കളിക്കരുത്, നിൻ്റെ കൈ പൊള്ളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് കേൾക്കുകയില്ല. അവസാനമായി അവൻ്റെ കൈ പൊള്ളിയ ശേഷം അവൻ മനസ്സിലാക്കും ഇത് തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളുന്നതായിരിക്കും, ഇതെനിക്ക് വേദനിക്കുമെന്ന്. അതിന് പിൻപ് ശേഷം അവനത് കളിക്കാനായിട്ട് അവൻ തയ്യാറാകുകയില്ല. അങ്ങനെ ഒരു വിവേചന ബുദ്ധി ഇല്ലാത്ത രീതിയിൽ കുഞ്ഞുങ്ങളെപ്പോലെ നാം ജീവിക്കരുത്. വലിയവരായിരിക്കുന്നവർ നമ്മൾ പലപ്പോഴും വിവേചന ബുദ്ധി ഇല്ലാത്തവരായി, പലപ്പോഴും ക്ഷമയില്ലാത്തവരായി നമ്മൾ പെട്ടെന്ന് എടുത്തുചാട്ടം കാണിക്കുന്നത് കൊണ്ട് നിരവധി പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിലും അതുപോലെ നിങ്ങൾ സേവനം ചെയ്യുന്ന സ്ഥാപനങ്ങളിലും നിരവധി പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. ഇങ്ങനെയുള്ളതായ ഈ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാകണമെങ്കിൽ നമുക്ക് ആ വിവേചന ബുദ്ധി നമുക്ക് അത്യാവശ്യമാണ്. മലിനമായതും അതുപോലെ തന്നെ അവിടെ നിർമ്മലമായതും എന്താണെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ. നമ്മൾ തുടർന്ന് തിരുവചനത്തിൽ നിന്ന് നമുക്ക് ഇതിനോടനുബന്ധിച്ചായ ചില വചനങ്ങൾ നമുക്ക് നോക്കാം. 1 ദിനവൃത്താന്തം 22-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. 22:12 നിന്റെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണം നീ ആചരിക്കേണ്ടതിന് യഹോവ നിനക്ക് ജ്ഞാനവും വിവേകവും തന്ന് നിന്നെ ഇസ്രായേലിന് നിയമിക്കുമാറാകട്ടെ എന്നാണ് പറയുന്നത്. ദൈവമായ യഹോവയുടെ ന്യായപ്രമാണം നീ ആചരിക്കേണ്ടതിന് യഹോവ നിനക്ക് ജ്ഞാനവും വിവേകവും തന്ന് നിന്നെ ഇസ്രായേലിന് നിയമിക്കുമാറാകട്ടെ.
പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആയ കൽപ്പനകൾ പ്രമാണിക്കുവാനായിട്ട് ദൈവം നിനക്ക് ജ്ഞാനവും വിവേകവും നൽകട്ടെ. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആയ കൽപ്പനകൾ പ്രമാണിക്കാത്തത് കൊണ്ട് ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളാണ് സമൂഹത്തിൽ നമുക്ക് കാണുന്നത്. നുണ പറയരുത്, കള്ളസാക്ഷ്യം പറയരുതെന്ന് പറഞ്ഞാൽ അത് തന്നെ പറയുവാനാണ് ആളുകൾ തുനിയുന്നത്. വ്യഭിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഇന്ന് അത് തന്നെ ചെയ്യുവാൻ തന്നെയാണ് ഇന്ന് ആളുകൾ തുനിയുന്നത്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ കുല ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ലംഘിച്ചുകൊണ്ട് ഓരോ ദിവസവും പത്രവാർത്തകളിലും അതുപോലെ തന്നെ TV ന്യൂസ് വാർത്തകളിലൂടെയും അനേക വിധമായ കൊല സംഭവങ്ങൾ നടന്നതായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ്? ദൈവീയമായ കൽപ്പനകൾ പ്രമാണിക്കാത്തത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുവാനായിട്ട് ജ്ഞാനവും വിവേകവും ദൈവം നൽകുന്നു. അത് ലഭ്യമാക്കുവാനായിട്ട് ആ രീതിയിലാണോ നീ ജീവിക്കുന്നത്? ദൈവമേ, നിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുവാനായിട്ട് കർത്താവ് എനിക്ക് എന്താണ് അത് ആചരിക്കുവാനായിട്ട്, യഹോവയുടെ ന്യായപ്രമാണം ആചരിക്കുവാൻ വേണ്ടി ദൈവം നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു. അതുമില്ലാതെ അന്ന് ആ ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകിയതായ ഉപദേശം ഇന്ന് നമ്മളുടെ ആത്മീയ ഇസ്രായേലായി ജീവിക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ ഇത് വളരെയധികം പ്രധാനമായിട്ട് അല്ലെങ്കിൽ അനുയോജ്യമായ ഒരു കാര്യം തന്നെയാണ്. എന്താണ്? ഇന്ന് ഈ കാലഘട്ടത്തിൽ കൽപ്പന ലംഘിക്കുവാനായിട്ട്, നിയമങ്ങൾ ലംഘിക്കുവാനായിട്ട് മനുഷ്യൻ എപ്പോഴും തയ്യാർ നിലയിൽ തന്നെയാണ്. ഹെൽമറ്റ് വെച്ചാൽ എന്താണ്? അത് നല്ലതാണ്. അപകടങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷ പ്രാപിക്കും. നിങ്ങളുടെ തലയിൽ ഹെഡ് ഇഞ്ചുറി ഇല്ലാതെ നിങ്ങൾ ഒരു അപകടം സംഭവിച്ചാൽ പോലും നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് ജീവിക്കുവാനായിട്ട്, നിങ്ങളുടെ തലയിൽ ആ ക്ഷതങ്ങൾ ഏൽക്കാതിരിക്കുവാനായിട്ട് ഹെൽമറ്റ് വയ്ക്കണമെന്ന് കേരളത്തിൽ നിയമം പലപ്പോഴും കൊണ്ടുവന്നവരെല്ലാം പലപ്പോഴും ഈ ഹെൽമറ്റ് വെക്കുവാനായിട്ട് പലരും വളരെയധികം ബുദ്ധിമുട്ടുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്നും ഹെൽമറ്റ് വെക്കുന്നതിന് പകരം അവർ പെട്ടെന്ന് ഊരി വണ്ടിയുടെ മിററിൽ ആ ഹെൽമറ്റ് വെച്ചാണ് വണ്ടി ഓടിക്കുന്നത്. എന്നാൽ ഹെൽമറ്റ് വെക്കുമ്പോൾ എന്താണ്? നമ്മൾ ഒരുപക്ഷെ എന്തെങ്കിലും വാഹനങ്ങൾ വന്ന് തട്ടുകയോ മുട്ടുകയോ ചെയ്താൽ നമ്മുടെ തല എന്താണ്, തലയിൽ ആ മുറിവുകൾ സംഭവിക്കാതെ തലയെ കാത്തു സൂക്ഷിക്കുവാനായിട്ട്, തലച്ചോറിന് ക്ഷതമേൽക്കാതെ അത് മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് സാധിക്കും എന്ന് അവിടെ RTO റൂൾസിൽ അവർ പറയുമ്പോൾ അതനുസരിക്കുവാനായിട്ട് പലരും എന്താണ്, അത് അവർക്ക് വളരെയധികം വിഷമമായി തോന്നുന്നു. തലയിൽ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെടലി വേദനിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് അത് ഒഴിവാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. എന്നാൽ ഒട്ടനവധി ജനങ്ങൾ ഹെൽമെറ്റ് വെക്കുന്നത് നല്ലതാണ്. അത് എൻ്റെതായ രക്ഷയ്ക്കാണ്, എൻ്റേതായ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്, എൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നിയമം അനുസരിക്കുന്ന അനേക വ്യക്തികളുമുണ്ട്. അപ്പോൾ ആ നിയമങ്ങൾ ലംഘിക്കുവാനായിട്ട് പലരും ഇന്ന് എന്താണ്, അവർ വളരെയധികം വെമ്പൽ അല്ലെങ്കിൽ വളരെയധികം താല്പര്യം കാണിക്കുന്നതായിട്ട് കാണുന്നു. ഫുട്ബോളിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് ഫുട്ബോളിൽ നിന്ന് അതിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യാനാണ് പലർക്കും ഒരുപാട് പേർക്ക് ഇഷ്ടം. അവർ വിചാരിക്കുന്ന ആ ഫുട്ബോളിൽ നിന്ന് ആ കമ്പിയിൽ നിന്ന് തൂങ്ങി നിന്ന് യാത്ര ചെയ്യുമ്പോൾ ഓടി വന്ന് ആ ബസ്സിൽ കയറുന്നത് അതൊരു രസമാണ്, അതൊരു സ്റ്റൈലാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ കാണും എന്നുള്ള രീതിയിൽ അങ്ങനെ വളരെയധികം വലിയ രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. എന്തോ വലിയ കാര്യം ചെയ്യുന്നത് പോലെയാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ അതിൻ്റെയായ ഫലം എന്താണ്? പലരും അങ്ങനത്തെ ആ രീതിയിൽ ആ ഫുട്ബോളിൽ നിന്ന് യാത്ര ചെയ്യുന്നത് കൊണ്ട് വണ്ടിയിൽ നിന്ന് തെറിച്ചുപോയി അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. ഇവിടെ ദൈവത്തിൻ്റെയായ കൽപ്പനകൾ ആത്മീയമായ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കർത്താവായ ദൈവം പറയുന്നത്, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുവാനായിട്ട് ദൈവം ജ്ഞാനവും വിവേകവും തരുവാനായിട്ട് അവൻ തയ്യാറായിരിക്കുന്നു എന്നാണ് വചനം ഇവിടെ പറയുന്നത്. ആയതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ജ്ഞാനവും വിവേകമുള്ളവരായി ജീവിക്കണമെന്ന് ദൈവം താല്പര്യപ്പെടുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ, ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. എന്താണ് അവിടെ രാജാവായ ശലോമോൻ രാജാവ് അവിടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ദൈവമേ എനിക്ക് നിന്റെ ജനത്തെ ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയത്തെ എനിക്ക് തരണമേ. നമ്മൾ എന്താണ് ഇപ്രകാരമായുള്ള ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ?
ദൈവസന്നിധിയിൽ നിന്ന് അനേകവിധമായ കാര്യങ്ങൾ ചോദിക്കുവാനായിട്ട്, യാചിക്കുവാനായിട്ട് അവസരമുണ്ടായിട്ടും ശലോമോൻ രാജാവ് ദൈവത്തോട് ചോദിച്ചത് എന്തെന്ന് പറഞ്ഞാൽ, വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ എന്നാണ് ആ രാജാവ് അവിടെ ചോദിച്ചായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ ആ വിവേകമുള്ള ഒരു ഹൃദയം തരണമെന്ന് പറഞ്ഞതുകൊണ്ട് ദൈവം ആ അനുഗ്രഹം ശലോമോന് നൽകുകയും, ലോകത്തിൽ ഇന്ന് ഇതുവരെ നാം നോക്കുമ്പോൾ അത്രയും വിവേകമുള്ള ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ച് ഇരുന്നില്ല, ഇനിയൊട്ടും ജീവിക്കുവാനും പോകുന്നില്ല. അങ്ങനെ വലിയൊരു അനുഗ്രഹമാണ് ശലോമോന് ദൈവം അവിടെ നൽകിയത്. അതിൻ്റെ 12-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ പറയുന്നതെന്നാൽ, ഞാൻ നിൻ്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു, ജ്ഞാനവും വിവേകമുള്ള ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിൻ്റെ ശേഷവും ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. നിനക്ക് നിൻ്റേതായ അളവിൽ നിനക്ക് സമനായി വേറെ ഒരു വ്യക്തി ഈ ഭൂമുഖത്തുണ്ടാകുകയില്ല, നിനക്ക് മുമ്പും ഉണ്ടായിട്ടില്ല, നിനക്ക് പിൻപും ഉണ്ടാകുകയില്ല എന്നുള്ള ഒരു വലിയ അനുഗ്രഹം അവിടെ ദൈവം ശലോമോൻ രാജാവിന് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നാം തുടർന്ന് നമ്മൾ തിരുവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ 72 അതിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. 72-ന്റെ 1-2 വാക്യം, ദൈവമേ രാജാവിന് നിൻ്റെ ന്യായവും രാജകുമാരന് നിൻ്റെ നീതിയും നൽകണമേ. നിൻ്റെ ന്യായവും നീതിയും നിനക്ക് നൽകണമേ. അവൻ നിൻ്റെ ജനത്തെ നീതിയോടും നിൻ്റെ എളിയവരെ ന്യായത്തോടും കൂടെ പരിപാലിക്കട്ടെ. ന്യായത്തോടും നീതിയോടും പരിപാലിക്കുവാനായിട്ട് ദൈവീയമായ ജ്ഞാനവും ആ പരിജ്ഞാനവും പക്വതയും നമ്മുടെ ജീവിതത്തിൽ അത് അത്യാവശ്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ജനത്തെ നീതിയോടും അതുപോലെ നിൻ്റെ എളിയവരോട് ന്യായത്തോടും കൂടെ ന്യായമായി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവീയമായ ആ വിവേചനം, ആ ജ്ഞാനം, വിവേകം നമുക്ക് അത്യാവശ്യമാണ്. രാജാക്കന്മാർ പോലും ദൈവത്തോട് യാചിച്ചപ്പോൾ ദൈവം അവർക്ക് വലിയ രീതിയിൽ ജ്ഞാനം പകർന്ന ആ സമയം, അതേപോലെ തന്നെ നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ട് ദൈവം നമുക്ക് ആ ജ്ഞാനവും പക്വതയും പരിജ്ഞാനവും ദൈവം നൽകിയില്ല? നമ്മൾ പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ കർത്താവേ, വലിയവനായ ശലോമോൻ രാജാവിൻ്റെ ജീവിതത്തിൽ പകർന്നതുപോലെ എനിക്ക് നീ വിവേചന ബുദ്ധി എനിക്ക് നൽകണമേ. നിർമ്മലമായതും മലിനമായതും എന്താണെന്ന് തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കണമേ കർത്താവേ എന്ന്, ഒരു വിവേചന ബുദ്ധി എനിക്ക് നൽകണമേ എന്ന് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം തന്നെയായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ യെശയ്യാപ്രവചനത്തിൽ നാം നോക്കുമ്പോൾ യെശയ്യാപ്രവചനം 7-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഇവിടെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. തിന്മയും നന്മയും, തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുവാനുള്ള ആ വിവേചന ബുദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്. നാം തിന്മ തള്ളി നന്മ തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവമക്കളായി ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, വിവേചന ബുദ്ധിയുള്ളവരായി കർത്താവെ നല്ലതും തീയതും തിരിച്ചറിയുവാനായിട്ട്, കർത്താവെ അങ്ങടെയായ പ്രമാണങ്ങളെ പാലിക്കേണ്ടതിന് അടിയങ്ങൾക്ക് ദൈവമേ ആ ഒരു അനുഗ്രഹം, തിരിച്ചറിവിൻ്റെ അനുഗ്രഹം അടിയങ്ങളുടെ മേൽ പകരണമേ. കേൾവിക്കാരായ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ തിരുനാമത്തിൽ അയച്ചുകൊള്ളുന്നു പ്രാർത്ഥനകൾക്ക് നല്ല ദൈവമേ, ആമേൻ. ഇവിടെ തിരിച്ചറിവ് അല്ലെങ്കിൽ പരിജ്ഞാനം എന്നുള്ളതായ വിഷയത്തെക്കുറിച്ച് ആ വിഷയം ശ്രവിക്കുവാനായിട്ട് ഇത്രയും നേരം ക്ഷമയോടുകൂടി ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ആ ദൈവജനത്തിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.